ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഇഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു, അതുപോലെ ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം രണ്ടാം പാല് ഒഴിച്ചിട്ടാകുമ്പോൾ അടച്ചിട്ട് 2 വിസിൽ വന്ന് ഓഫാക്കാം. ഇനി വേറൊരു തട്ടിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ 2 ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും പച്ചമുളക് ഒരു 5 എണ്ണം മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ വിസിലൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും പിന്നെ അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആ മിക്സിയിൽ നിന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി രണ്ടും. എന്നിട്ടാകുമ്പോൾ ഒന്ന് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ടേസ്റ്റി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ചിക്കൻ കുറുമ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടി അല്ലെങ്കിൽ റോട്ടി അതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചപ്പാത്തി അങ്ങനത്തെ അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ബട്ടർ റൊട്ടിയാണ്. അപ്പോൾ അത് രണ്ടും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.